ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് കാസർഗോഡിൻ്റെ സ്പെഷ്യൽ മഞ്ഞളിലെ അടയുണ്ടല്ലോ, മഞ്ഞ ചപ്പലപ്പം എന്ന് പറയുന്ന ആ അപ്പമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ വെല്ലം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെല്ലം പൊടിച്ചാലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായിട്ട് കിട്ടും. ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഗൾഫിലേക്കെല്ലാം കൊണ്ടുപോകാനുള്ള അപ്പമാണെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി ഈ ശർക്കര വരട്ടിയെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ 1/4 കപ്പ് വെള്ളം മതി. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഈ ശർക്കര ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം. ശർക്കര എല്ലാം നന്നായിട്ട് തിളച്ച് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കണം. ഇതിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അപ്പം കടിക്കുന്ന സമയത്ത് പല്ല് തെറിച്ച് പോകാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് അരിച്ച് തന്നെ ഉപയോഗിക്കുക. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുത്തു. ഇനി വീണ്ടും അതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ശർക്കര നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. വലിയ സൈസുള്ള 2 തേങ്ങ ചിരവി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ 1/2 കിലോ വെല്ലമാണ് എടുത്തിട്ടുള്ളത്. 2 വലിയ തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന രീതിയിൽ ഒന്ന് ഈ തേങ്ങ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗൾഫിലേക്കെല്ലാം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇത് ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് കുക്കായി കിട്ടും. വെള്ളമൊക്കെ വറ്റി തേങ്ങ ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളം വറ്റുന്ന ഒന്ന് കണക്ക് നോക്കിയാൽ മതി. ഇവിടെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം. പത്തിരിപ്പൊടി ഉണ്ടല്ലോ, ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്തതാണ്. വീട്ടിൽ കഴുകി ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുത്തതാണ്. അത് 1 കിലോ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണ് അരിപ്പൊടി എടുത്തത് അതേ പാത്രത്തിൽ 1 കപ്പ് വെള്ളം അത്രയും ഒഴിച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. 3/4 ടേബിൾ സ്പൂൺ ലെവലായിട്ട് ഉപ്പിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. നന്നായിട്ട് പരത്താൻ പറ്റണം. കൂടുതലിങ്ങനെ കട്ടിയാവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മഞ്ഞളിൻ്റെ ഇല ഉണ്ടല്ലോ, നല്ല പോലെ കഴുകി തുടച്ചെടുക്കണം. ഇനി നമുക്ക് ഈ മാവ് ഈ ഒരു രീതിയിലാക്കിയതിന് ശേഷം പരത്തിയെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഞാനിവിടെ സാധാരണ വെള്ളത്തിലാണ് അരിപ്പൊടി കുഴച്ചെടുത്തിട്ടുള്ളത്. ചില ആൾക്കാർ തിളച്ച വെള്ളത്തിലെല്ലാം കുഴച്ചെടുക്കുന്നത് കാണാറുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഈ പൊടിക്കുണ്ടല്ലോ അതിൻ്റെ ആവശ്യമില്ല, തണുത്ത വെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. ഇനി നല്ലപോലെ തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മാവിന് കട്ടി കൂടിയാലുണ്ടല്ലോ പണ്ടത്തിന് ടേസ്റ്റ് മുമ്പിൽ കിട്ടില്ല. ഈ മാവിൻ്റെ തന്നെ ടേസ്റ്റ് വരും. അപ്പോൾ നല്ലപോലെ തിന്നായിട്ട് പരത്തിയിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് പണ്ടം വെച്ച് കൊടുക്കണം. അതായത് ഈ ശർക്കര പണ്ടം എന്നാണ് ഞങ്ങൾ പറയൽ. പണ്ടം കൂടിപ്പോയാലുണ്ടല്ലോ ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടിയിട്ട് ഇതിൻ്റെ പണ്ടെല്ലാം പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ വീഡിയോയിൽ കാണുന്ന രീതിയിൽ പണ്ടം നന്നായിട്ട് പ്രസ്സാക്കിയതിന് ശേഷം നല്ല പോലെ കവറാവുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം. പണ്ടം പുറത്ത് പോയാൽ, മധുരെല്ലാം പുറത്ത് പോയാൽ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ഉൾഭാഗത്ത് പണ്ടം വെച്ചിട്ട് പുറം ഭാഗം നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഒരു സ്റ്റീമർ എടുക്കണം. ഞാൻ ഇപ്പോൾ അപ്പച്ചമ്പിലാണ് വേവിച്ചെടുക്കുന്നത്. 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് തട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് സ്റ്റീമെല്ലാം വന്നതിന് ശേഷം അപ്പം വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. വീഡിയോ എടുക്കുന്ന കാരണം ഞാനിപ്പോൾ അപ്പമെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷമാണ് അടുപ്പിൽ വെക്കുന്നത്. നമ്മൾ അപ്പക്കലത്തിൽ അപ്പം വെക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ നമ്മൾ വായ ഒട്ടിച്ച ഭാഗമില്ലേ അത് മുകളിൽ വരുന്ന രീതിയിൽ വെച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്നിട്ട് മൂടി വെച്ചു. നല്ല പോലെ സ്റ്റീം വന്നതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് 45 മിനിറ്റാണ് ഞാനിവിടെ കുക്ക് ചെയ്തത്. അപ്പോൾ ആവി വന്നതിന് ശേഷമുള്ള ടൈമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫ്ലെയിമെല്ലാം ഓഫാക്കി അല്പം ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. കാസർഗോട്ടുകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഈ മഞ്ഞച്ചപ്പല അപ്പം.
എല്ലാവരും കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കും. ഗൾഫിൽ പോകുന്ന ആൾക്കാർക്കെല്ലാം ഇത് കൊടുത്തയക്കലുണ്ട്. കാരണം അവർക്ക് മിസ്സാകുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞ ഇതേ രീതിയിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അരിപ്പൊടി ഇല്ല എങ്കിൽ വെള്ള അരി ഉണ്ടല്ലോ, റേഷൻ അരി, അതും കുറച്ച് പച്ചരി ഇട്ടിട്ട് നല്ലപോലെ നൈസായിട്ട് അരച്ച് നന്നായിട്ട് ചൂടാക്കി പുതുക്കിയെടുക്കണം. അമ്മിയിലാണെങ്കിൽ നമുക്ക് വെള്ളം കുറച്ച് അരച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് അരിപ്പൊടി ഇട്ട് കട്ടിയാക്കിയാലും മതി. പരത്തിയെടുക്കാൻ പറ്റണം. അപ്പോൾ അരി ഒരു 5-8 മണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് അരച്ചെടുക്കേണ്ടത്. ഉപ്പും ചേർത്തിട്ട് അരച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുന്ന സമയത്തും കുഴച്ചെടുക്കുന്ന സമയത്തെല്ലാം ചെറിയ തേങ്ങ ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. അപ്പോൾ ഏതായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.